ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വെറൈറ്റി ആയിട്ട് ഇഡ്ഡലി മാവ് ബാക്കി വരുമ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി പണിയാരം ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടൊക്കെ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്. അത് രണ്ട് ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഇഡ്ഡലി മാവ്, ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ട, കുറച്ച് കട്ടിയിലുള്ള, എന്നാൽ ഭയങ്കര ഇഡ്ഡലിയുടെ കട്ടിയും വേണ്ട, ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമുക്കതിലേക്ക് പണിയാരത്തിന് ആവശ്യമുള്ള സംഭവങ്ങൾ ചെയ്തെടുക്കാം. അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒണിയൻ, ഒരു പകുതി ഒണിയനൊക്കെ ചേർത്ത്, ഒരു 2 കപ്പ് ഇഡ്ഡലി മാവൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു പകുതി ഒണിയനൊക്കെ മതിയാവും. ഒണിയനും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഞാനിപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇതിലിട്ട് വാട്ടിയെടുക്കണില്ല, ഫ്രഷ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ഭയങ്കര കളർ ചേഞ്ച് ആവണ്ട, ഒന്ന് ഒരു ലൈറ്റ് റോസ് കളറായിട്ട് വന്നാൽ മതി. ഈ ഒരു മൂപ്പിൽ നമുക്ക് പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു മൂപ്പാകുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടും കഴിക്കാൻ പറ്റും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ. ചട്നിയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒന്ന് കളർ ചേഞ്ച് ആയപ്പോൾ ഞാനിത് ഇഡ്ഡലി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിയുടെ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ടൊരു ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വഴറ്റണയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ക്യാരറ്റും. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഐറ്റംസുകൾ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് ഉപ്പ് കുറവെങ്ങാനും ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇഡ്ഡലി മാവിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ സാധനങ്ങളൊക്കെ ചേർന്ന് വന്നപ്പോൾ ഒരു തരിയും കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പണിയാരം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഓയിൽ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോഴല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിറച്ച് ഒഴിക്കരുത്. ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ വെളിച്ചെണ്ണ ഒന്നായി കിട്ടുമല്ലോ. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ തന്നെ ഒന്ന് പൊന്തി വരും ഇത്. അപ്പോൾ ആ ഒരു അളവിൽ നിറച്ച് ഒഴിക്കാണ്ട് ആ ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മറിച്ചിടാനൊക്കെ സുഖം അങ്ങനെ ആക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് അപ്പുറം ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ തീ കുറച്ച് കുറവിൽ ഇട്ട് കൊടുക്കണം, ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ. അതുകൊണ്ട് തീ ഒന്ന് ലോയിലാക്കിയിട്ട് ഒരു മീഡിയത്തിലൊക്കെ ആക്കിയിട്ട് ഇട്ടാൽ മതി. അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ കളർ ചേഞ്ച് ആവണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇത് തന്നെ ഒരു ഉള്ളൊന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ, പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ആ ഒരു ഇതിൽ കളർ ചേഞ്ചിൽ നമുക്കിത് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ, 2 മിനിറ്റ് അല്ല, ഒരു തരി നേരം വെക്കുമ്പോഴേക്കും ഇതായി കിട്ടും. കണ്ടോ, പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ ആ ഒരു 2 കപ്പ് കൊണ്ട് തന്നെ നമുക്ക് 2 കപ്പിലധികമാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പണിയാരം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ പിന്നെ കുഴിയപ്പച്ചട്ടി എൻ്റെത് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട്. ഇനി വലിയ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര അളവ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. കണ്ട, 2 ഭാഗവും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നല്ല മറ്റേ ഗ്രീൻ ചട്നിയൊക്കെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഒരു പണിയാരം കൂടെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്.
ഫില്ലിങ് ഉണ്ടാക്കണമൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഫില്ലിങ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബ്രെഡിലോ ബന്നിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാനൊക്കെ ഫില്ലിങ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ആവശ്യം വരും, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനൊക്കെ ഫില്ലിങ് ഓൾറെഡി സെറ്റാക്കി വെച്ച് നമ്മൾ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഫില്ലിങ് ഈ സെപ്പറേറ്റ് ഉണ്ടോ, നേരത്തെ ഇഡ്ഡലി മാവിൽക്കല്ല, സെപ്പറേറ്റ് ഇഡ്ഡലി മാവ് കുറച്ചും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൽ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഉണ്ടായിരിക്കും. ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതേപോലെ പണിയാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വല്ല സോസൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ടേസ്റ്റ് വരണ കാരണം നമുക്ക് ചട്നി കൂട്ടിയിട്ടും കഴിക്കാം. പിന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു വേറെ മോഡലിലൊന്ന് ചെയ്ത് നോക്കി. കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഫില്ലിങ് ഇട്ടിട്ട് പിന്നെ ബാക്കി മാവ് ഒഴിച്ച് അങ്ങനെ നോക്കുമ്പോൾ നല്ലപോലെ എണ്ണ കുടിക്കണ പോലെ ഫില്ലിങ്ങിലൊക്കെ അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കിയത്. ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാകുമ്പോൾ കുട്ടികൾക്കായാലും നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. സംഭവം കൊള്ളാം, കുഴപ്പമില്ല. ഭയങ്കര ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും അതിൽ വരില്ല, കാരണം ഈ ഒരു ഇതിലല്ലേ നമ്മൾ ചെയ്തെടുക്കണത്. പിന്നെ അതിൽ കൂടുതലായിട്ട് മുന്തി നിൽക്കേണ്ടത് ഇഡ്ഡലി മാവിൻ്റെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ പണിയാരാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 വ്യത്യസ്തമായിട്ടുള്ള പണിയാര റെസിപ്പീസാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 2 റെസിപ്പീസും ഇത് വെജിൻ്റെതും ഇത് ചിക്കൻ്റെതുമാണിത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണിച്ചായിരിക്കും. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവരുടെയും സപ്പോർട്ട് നല്ലപോലെ ഉണ്ടാവണം. പിന്നെ എന്തെങ്കിലും വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇനി വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.